കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട നമ്മെ വല്ലാതെ ഭയപ്പെടുത്തിയതും സങ്കടപ്പെടുത്തിയതുമായൊരു വാർത്തയായിരുന്നു പെറ്റുമ്മയെ ലഹരിക്കടിമയായ ഒരു മകൻ കൊന്നുകളഞ്ഞത്. ആ ഉമ്മ മാരകമായ രോഗം ബാധിച്ച് ചികിത്സയിലുമായിരുന്നു. ഉമ്മ താലോലിച്ച് പോറ്റി വളർത്തിയ മോൻ തന്നെ ഉമ്മയെ അതിക്രൂരമായി കൊന്നൊടുക്കുന്നു. അച്ഛനെയും അമ്മയെയും കൊന്നൊടുക്കുന്ന കഥകൾ നമ്മൾ വേറെ കേട്ടിട്ടുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരെ ഒക്കെ കൊല്ലുന്ന വേറെ കുറെ കഥകൾ. നിത്യേന എന്നോണം ഇതത്രയും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, വലിയുപ്പയെ അടങ്ങുന്ന ഒരു കുടുംബത്തിലെ 3 അംഗങ്ങളെ കൊന്ന ഒരു മോൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് സംഭവിച്ചിരിക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികൾ, 2 ബാലന്മാർ, അവനേക്കാൾ വലിയ ഒരു യുവാവിനെ കൊന്ന കഥയും നമ്മൾ കേട്ടു. ഈ അടുത്ത ദിവസം ഉണ്ടായ മറ്റൊരു സംഭവമാണ് പലരും ഹീറോയായി കാണുന്ന ഒരു സിനിമാ നടൻ ലക്ക് കെട്ട് തൻ്റെ ശരീരത്തിലെ തുണി അഴിച്ചു മാറ്റി നഗ്നതാ പ്രദർശനം തൊട്ട അയൽപ്പക്കത്തെ വീട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുന്നത്. മദ്യത്തിൻ്റെ ലഹരിയിൽ എന്തായി തീരണമെന്നൊരു ബോധം പോലുമില്ലാതെ ആളുകൾ അവന്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളും നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു മനുഷ്യനായിട്ട് അവൻ മാറുകയാണ്. ഒരു സഹോദരൻ, നിസാം എന്ന പേരിലുള്ള ഒരു സഹോദരൻ, കഴിഞ്ഞ ദിവസം TV ചാനൽ വെച്ച് താൻ ഉപയോഗിച്ച ലഹരിയെക്കുറിച്ചും അത് തന്നിലുണ്ടാക്കിയ സ്വഭാവ വൈകൃതങ്ങളെ കുറിച്ചുമൊക്കെ പറയുകയുണ്ടായി. നമ്മളൊക്കെ കേട്ടതാണ്. 3 വർഷം മുമ്പ് ആണത്രേ ഈ മനുഷ്യൻ ആദ്യമായി കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി മാരകമായ ലഹരി ഉപയോഗിച്ചത്. കൂട്ടുകാരൻ പറഞ്ഞു കൊടുത്തത് അതൊരു ധൈര്യവും ഊർജവും ഒരു ഉന്മേഷവും ഒക്കെ പ്രദാനം ചെയ്യുമെന്നായിരുന്നു. ഇതിന് അഡിക്റ്റ് ആവുകയില്ല എന്നും പറഞ്ഞു കൊടുത്തു. പക്ഷേ പിന്നെ അവന്റെ ജീവിതം താളം തെട്ടുകയായിരുന്നു. അവന് ഈ സാധനം വേണം. മാരകമായ MDMA എന്ന 1/2 ഗ്രാമിന് പോലും 1500-ലധികം രൂപ വില വരുന്ന ഈ സാധനം ഉപയോഗിക്കാൻ വേണ്ടി അവൻ വയനാട്ടിലും മറ്റ് പല സ്ഥലങ്ങളിലും ഒക്കെ പോയി. പിന്നീട് വാങ്ങുന്നത് 12,500-നും 25,000-നും രൂപക്ക് വരെയായി. താൻ ചോദിച്ചാൽ എത്രയും സംഖ്യ തന്നെ സഹായിക്കുമായിരുന്ന നാട്ടുകാർ പിന്നീട് ഒരു 100 രൂപ പോലും എനിക്ക് തരാത്ത അവസ്ഥയുണ്ടായി. പണത്തിന് വേണ്ടി ഞാനിത് വിൽക്കാനും തുടങ്ങി. പുതിയ ആളുകളെ കണ്ടെത്തി അവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു വലിയ അപകടകരമായ ശീലവും അവരിലുണ്ടായി. അങ്ങനെ കാശ് ലഭിച്ച് മാരകമായി ലഹരി ഉപയോഗിച്ച് അങ്ങനെ ജീവിതം ആറാടിക്കൊണ്ടിരുന്നു. അവൻ പറയുന്നു, എന്നോട് ഈ സാധനം വാങ്ങാൻ വന്നവരിൽ ഭാര്യയും ഭർത്താവുമുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നന്നായി പഠിച്ച് ഡോക്ടറായ ആളുകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല ആങ്ങളെയും പെങ്ങളും വരെ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പൊ നമ്മൾ കാണണം നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആദ്യത്തിനൊരു ധൈര്യം വരും. ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയമായി, പേടിയായി, നിരാശയായി, ജീവിതത്തോട് വെറുപ്പായി, ആളുകൾ കാണുന്നതും ആളുകളുമായി സംസാരിക്കുന്നതൊക്കെ ഇഷ്ടമില്ലാത്ത രീതിയിൽ ആളുകളുമായി പ്രശ്നങ്ങൾ ഉടലെടുക്കുന്ന അവസ്ഥയുണ്ടായി. അവസാനം ജീവിതം മടുത്ത് മരിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് വരെ എത്തും ഇത് എന്ന് ഈ മനുഷ്യൻ പറഞ്ഞു. പക്ഷെ ഇവന്റെ 3ാമത്തെ ഘട്ടത്തിൽ അഥവാ ആളുകളുമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയമായപ്പോ ഇവനൊരു വീണ്ടും വിചാരമുണ്ടായി. താൻ 22 വയസ്സ് വരെ ഇത് ഉപയോഗിക്കാതെ മാന്യനായി ഈ നാട്ടിൽ ജീവിച്ചു. അപ്പോ എന്നെ ആരും അവഗണിച്ചിരുന്നില്ല, ഇന്ന് ഞാൻ അവഗണിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന ബോധത്തോടെ ഇയാൾ ആ ലഹരി ഉപയോഗത്തിൽ നിന്ന് മെല്ലെ പിന്മാറി ഇപ്പൊ നിശേഷം ലഹരിയിൽ നിന്ന് ഒഴിവായി ജീവിക്കുന്നു എന്നാണ് വളാഞ്ചേരിക്കാരനായ നിസാം എന്ന യുവാവ് കഴിഞ്ഞ ദിവസം ഒരു TV ചാനലിൽ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ ആപത്തിനെ കുറിച്ച് അറിയാതെ
താൽക്കാലികമായ ഉന്മാദത്തിൽ യുവാക്കളെന്ന നിലക്ക് എന്തും സ്വീകരിക്കാനും എന്തും അടിച്ചു പൊളിക്കാനുമുള്ള അവരുടെ അഭിവാഞ്ചയെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിന്റെ ആളുകളാക്കി മാറ്റുന്ന വലിയൊരു മാഫിയ സംഘം ഇവിടങ്ങളിലൊക്കെ ഉണ്ട്. പള്ളി പരിസരത്തുണ്ടാവാം, കലാലയങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കിടയിൽ ഉണ്ടാവാം. നമ്മളൊക്കെ ഉണ്ടാവുകയില്ല എന്ന് പ്രതീക്ഷിക്കുന്ന ആത്മീയമായ സന്ദേശങ്ങളൊക്കെ നൽകുന്ന കേന്ദ്രങ്ങളുടെ പരിസരങ്ങളിൽ പോലും ഇതുണ്ടാവാം. എവിടെയാണ് ഇതുണ്ടാവുക എന്ന് പോലും അറിയുന്നില്ല. നമ്മുടെ വീട്ടിൽ വരുന്ന നമ്മുടെ മകനോ നമ്മുടെ ഒരു ബന്ധുവോ ഇത് ഉപയോഗിച്ചാണോ വന്നത് എന്ന് പോലും നമുക്കറിയാൻ കഴിയാത്ത ഒരു സമയമാണിത്. മണമില്ല, വേറെന്തെങ്കിലും അസ്വസ്ഥത പ്രത്യക്ഷമായി പ്രകടിപ്പിക്കുന്നില്ല, ആർക്കും മനസ്സിലാകുന്നില്ല. ഗുളികയായും സ്റ്റാമ്പായും ഒക്കെ ഇതെങ്ങനെ നിർബാധം ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ആളുകൾക്കിത് ഉപയോഗിക്കുന്നതിനുള്ള ഒരുപാട് സൗകര്യങ്ങൾ കൂടി വന്നിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ വളർന്നു വരുന്നവരെ, നമ്മുടെ മക്കളെ എങ്ങനെയാണ് ഇതിൽ നിന്ന് മോചിപ്പിക്കുക എന്നത് ഗൗരവബുദ്ധിയാ നാം ആലോചിക്കേണ്ടുന്ന വിഷയമാണ്. ഇസ്ലാം വളരെ ശക്തമായ രീതിയിൽ മനുഷ്യനെ കണ്ടറിഞ്ഞ് അവന്റെ പ്രകൃതിയെ മുന്നിൽ വെച്ചുകൊണ്ട് അവനെ ഏറ്റവും സുതാര്യവും സുഖവുമായ വഴിയിലൂടെ ചരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന മതമാണ്. കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, ഇസ്ലാം ബുദ്ധിയെ മരവിപ്പിക്കുന്ന മതമല്ല. ബുദ്ധിപരമായ ചിന്തകൾ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് കാര്യങ്ങളെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാവുന്ന രീതിയിൽ വരണമെന്ന് പഠിപ്പിക്കുന്ന മതമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറയുന്നു, എന്നാൽ ബുദ്ധിശാലികൾ മാത്രമേ ചിന്തിച്ച് മനസ്സിലാക്കുകയുള്ളൂ. വിശുദ്ധ ഖുർആന്റെ അവതരണവുമായി ബന്ധപ്പെട്ട് ഖുർആൻ പല സന്ദർഭങ്ങളിലും ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. ബുദ്ധിമാന്മാർക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ഖുർആന്റെ സന്ദേശമെന്ന് ബുദ്ധിയെ വികസിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. ഇസ്ലാം 5 കാര്യങ്ങളെ പരമാവധി സംരക്ഷിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് അഭിമാനമാണ്. ഒരാളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യാൻ മറ്റൊരാൾക്ക് അവകാശമില്ല. ഒരാളുടെ രക്തം ചിന്താൻ, അവനെ ആക്രമിക്കാൻ മറ്റൊരാൾക്ക് അവകാശമില്ല. മറ്റൊരാളുടെ സമ്പത്ത് കവർന്നെടുക്കാൻ, മോഷ്ടിക്കാൻ, അപഹരിക്കാൻ ഒരാൾക്ക് അവകാശമില്ല. അതുപോലെ മറ്റൊരാളുടെയോ തന്റേതയോ ബുദ്ധിയെ മരവിപ്പിക്കാൻ, ബുദ്ധിയെ അങ്ങനെ കൊന്നുകളയാനുള്ള ഒരു സമീപനവും ഒരു മനുഷ്യന്റെ പക്ഷത്ത് ഉണ്ടാവരുത്. മറ്റൊന്ന് ദീൻ. ആ ദീനാവട്ടെ, ബുദ്ധിയാവട്ടെ, സമ്പത്താവട്ടെ, രക്തമാവട്ടെ, അഭിമാനമാവട്ടെ, ഇതൊക്കെയും സംരക്ഷിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഇതൊക്കെ സംരക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിൽ അവനെ നേരിടാനുള്ള കർശനമായ നിയമങ്ങളും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇതേ ബുദ്ധിക്ക് തകരാറ് ഉണ്ടാക്കുന്ന, ബുദ്ധിമാന്യം സംഭവിപ്പിക്കുന്ന, ബുദ്ധിയെ മരവിപ്പിച്ചു കളയുന്ന, ബുദ്ധിയെ കൊന്നുകളയുന്ന ഒന്നാണ് മയക്കുമരുന്ന്, മദ്യം അടങ്ങിയ കാര്യങ്ങൾ എന്ന് നാം മനസ്സിലാക്കണം. വളരെ ശക്തമായ രീതിയിലാണ് ഇസ്ലാം മദ്യത്തിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. സത്യവിശ്വാസികളെ, മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും പ്രശ്നം വെച്ച് നോക്കാനുള്ള അമ്പുകളും പൈശാചികമായ വൃത്തികെട്ട സ്വഭാവം, പ്രവൃത്തി മാത്രമാകുന്നു കേട്ടോ എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങളത് വർജിക്കണേ, എന്നാൽ നിങ്ങൾക്ക് വിജയമുണ്ടാവും. ഇന്നമാ യുരീദു ശൈത്താനു അൻ യുഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാഅ ഫിൽ ഖംറി വൽ മൈസിരി വയസുദ്ദകും അൻ ദിക്രില്ലാഹ് വഅനിസ് സ്വലാഹ് ഫഹൽ അൻതും മുൻതഹൂൻ. പിശാച് ഉദ്ദേശിക്കുന്നത് മദ്യത്തിലൂടെയും ലഹരിയിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ ശത്രുതയും നിങ്ങൾക്കിടയിൽ പ്രശ്ന സങ്കീർണമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നതിലാണ്.
അങ്ങനെ ഉദ്ദേശിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വിദ്വേഷമുണ്ടാക്കി അള്ളാഹുവെ ഓർമ്മിക്കുന്നതിൽ നിന്നും നമസ്കാരങ്ങളിൽ നിന്നുമൊക്കെ നിങ്ങളെ തടയുന്ന പ്രവൃത്തിയാണ് പിശാച് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ മദ്യത്തിലേക്ക് ലഹരി ഉപയോഗിക്കുന്നതിലേക്ക് പോകുന്നുവെങ്കിൽ അത് പിശാചിന്റെ പ്രേരണയാണ്. അത് തിരിച്ചറിയണം. ഫഹൽ അൻതും മുൻതഹൂൻ, എന്തേ നിങ്ങൾ അതിൽ നിന്ന് വിരമിക്കാത്തത്? ഖുർആൻ ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ വിരമിക്കുന്നില്ലേ? നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വസ്ഥമായി ജീവിക്കുന്ന കുടുംബത്തിൽ ഒരു മനുഷ്യൻ, ഒരു മോൻ ലഹരിയുമായി വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ സ്വസ്ഥത മുഴുവൻ നഷ്ടപ്പെട്ടു. എത്ര മനോഹരമായി എത്ര സൗകര്യപ്രദമായി ജീവിക്കുന്ന ആളുകളാണെങ്കിലും, നാട്ടിൽ മാന്യന്മാരായി ജീവിക്കുന്ന ആളുകളാണെങ്കിലും, ഈ ഒരൊറ്റ മോനെ കൊണ്ട്, ഈ ഒരൊറ്റ വ്യക്തിയെ കൊണ്ട് അവരാകെ പറയിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകും. ആ വീട്ടിന് സമാധാനം ഉണ്ടാവില്ല, സന്തോഷകരമായ ഒന്നുണ്ടാകില്ല. അവരെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾ പോലും ബേജാറോടെ ഭയപ്പാടോടെ ഉറങ്ങാൻ പോലും കഴിയാതെ, ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ നിരാശരായി സങ്കടപ്പെട്ട് കഴിഞ്ഞുകൂടുന്ന ഒരു അവസ്ഥയാണ് ഇതുമൂലം ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ ചോദിച്ചിരിക്കുന്നത്, നിങ്ങൾ വിരമിക്കുന്നില്ലേ? വിരമിക്കണം, അതിൽ നിന്ന് മാറി നിൽക്കണം. ഇത്തരം കുടുക്കിൽപ്പെട്ടു പോയ ആളുകൾ അതിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറാകണം. ഇസ്ലാമിക ചരിത്രത്തിൽ അത്തരത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വന്ന ഒട്ടനവധി പേർ മദ്യപിക്കുന്നവരായിരുന്നു, ലഹരി ഉപയോഗിക്കുന്നവരായിരുന്നു. മുന്തിരി വള്ളി ചുവട്ടിൽ ഞാൻ മരിച്ചാൽ എന്നെ കബറടക്കണം, ആ മുന്തിരി നീരെന്റെ അസ്ഥികൾക്ക് ലഭിക്കാൻ വേണ്ടി എന്നൊക്കെ എഴുതി വെച്ച ആളുകളൊന്നുണ്ടായിരുന്നു. പക്ഷേ ഇസ്ലാമിന്റെ സന്ദേശം, പരലോകത്തെ കുറിച്ചുള്ള ബോധം, ഇതൊക്കെ കണക്കായി അള്ളാഹുവിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തേണ്ടി വരുമെന്ന തിരിച്ചറിവ് കൊണ്ട് അവരതൊക്കെയും ആ നിമിഷം തന്നെ ഈമാൻ ഹൃദയത്തിലേക്ക് കയറി വന്ന സന്ദർഭത്തിൽ തന്നെ അതൊക്കെ ഉപേക്ഷിക്കുകയുണ്ടായി. ഞാൻ നേരത്തെ സൂചിപ്പിച്ച വളാഞ്ചേരിക്കാരനായ നിസാം എന്ന യുവാവ് വരെ തന്റെ ഒരു ബോധോദയം ഉണ്ടായപ്പോ, ഒരു വീണ്ടും വിചാരം ഉണ്ടായപ്പോ അത് ഒഴിവാക്കാൻ തയ്യാറായി. അങ്ങനെ ഏതെങ്കിലും കുടുക്കിൽ പെട്ടുപോയ ആളുകൾ സ്വയമേവ തിരിച്ചു വരണം. സ്വയമേവ തിരിച്ചു വരാതെ കഴിയാതെ പെട്ടുപോകുന്ന ആളുകളെ സംരക്ഷിച്ച് ചേർത്ത് നിർത്തി അവരെ അതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ദൗത്യം ഇവിടുത്തെ ഇഷ്ടപ്പെട്ട എല്ലാവർക്കുമുണ്ട്. മാതാപിതാക്കൾക്കോ അധ്യാപകർക്കോ രക്ഷിതാക്കൾക്കോ മാത്രമല്ല, സമൂഹത്തിന് തന്നെയുണ്ട്, മഹലിന് തന്നെയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുല്ലു മുസ്കിരിൻ ഖംറുൻ, എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും ചെറുതാവട്ടെ വലുതാവട്ടെ ലഹരി ഉണ്ടാക്കുന്നത് എന്തോ അതൊക്കെ മദ്യമാണ്. കുല്ലു മുസ്കിരിൻ ഹറാം, അതത്രയും ആ ലഹരി അത്രയും ഹറാമാകുന്നു. എല്ലാ ലഹരി ഉണ്ടാക്കുന്ന വസ്തുക്കളും മദ്യമാണ്. ആ മദ്യം, ലഹരി വസ്തുക്കൾ അതൊക്കെയും ഹറാമാവുന്നു. മദ്യം കഴിക്കുന്നതിന് ഒരു ഇളവും ഇസ്ലാം നൽകിയിട്ടില്ല. ഏതെങ്കിലും ഒരു സമയത്ത് ടെൻഷന്റെ ആധിക്യത്തിൽ അല്ലെങ്കിൽ സന്തോഷാവസരത്തിൽ ഒരു തുള്ളി ഇല്ല, ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ജോലി പോലും നിർവഹിക്കരുത് എന്നാണ് ഇസ്ലാം കൽപ്പിച്ചിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ജിബ്രീൽ തന്റെ അടുക്കൽ വന്നു, അതാനി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, എന്നിട്ട് ഫഖാല, ജിബ്രീൽ പറയുകയാണ്, യാ മുഹമ്മദ്, ഏ മുഹമ്മദേ, ഇന്നല്ലാഹ ലഅനൽ ഖംർ, അല്ലാഹു മദ്യത്തെ ശപിച്ചിരിക്കുകയാണ്. വആസിറഹാ, അത് പിഴിക്കുന്നവനെയും അഥവാ അത് ഒരുക്കുന്നവനെയും അത് തയ്യാറാക്കുന്നവനെയും അത് ശേഖരിക്കുന്നവനെയും, വമുതസിറഹാ, അത് ശേഖരിക്കാൻ കൽപ്പിച്ചവനെയും നിർദ്ദേശിച്ചവനെയും, വശാരിബഹാ, അത് കുടിക്കുന്നവനെയും, വഹാമിലഹാ, അത് എത്തിച്ചു കൊടുക്കുന്നവനെയും, വൽ മഹ്മൂലത ഇലൈഹി, അത് എത്തിച്ചു കൊടുക്കപ്പെടുന്നവനെയും, ആർക്ക് വേണ്ടിയാണോ എത്തിച്ചു കൊടുക്കുന്നത് അവനെയും, വബായഹാ, അത് വിൽക്കുന്നവനെയും, വമുബ്തായിഹാ, അത് വാങ്ങുന്നവനെയും, വസാഖിഹാ, അത് കുടിപ്പിക്കുന്നവനെയും, വമുസ്തഖാഹാ, അത് കുടിപ്പിക്കപ്പെടുന്നവനെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. ആ ഭാഗവുമായി ബന്ധപ്പെട്ട രീതിയിൽ ഒന്നും ഉപയോഗിക്കരുത്, അതിൽ ഭാഗമാക്കാവരുത്, അതുമായി ബന്ധപ്പെട്ട ജോലി പോലും നിർവഹിക്കാൻ പാടില്ല എന്നാണ്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അഥവാ ഇസ്ലാം നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത്. അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു, ലാ തശ്റബിൽ ഖംറ, നീ മദ്യപിക്കരുതേ, ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർറിൻ, അതെല്ലാ തിന്മയുടെയും താക്കോലാണ്. അതുമൂലം അതിലെങ്ങാൻ തുടങ്ങിയാൽ നീ എല്ലാ തിന്മയിലേക്കും പോകും. നീ പണത്തിന് വേണ്ടി മോഷ്ടിക്കും, പണം അന്യായമായി ആളുകളിൽ നിന്ന് അപഹരിക്കും, പിടിച്ചു വാങ്ങും, അതിനുവേണ്ടി പല തോന്നിവാസങ്ങളും ചെയ്യും, നീ വ്യഭിചരിക്കും, നീ എല്ലാ തെറ്റിലേക്കും പോകും. അതിന്റെ കാരണം നീ മദ്യപിക്കുന്നവനായി, നീ ലഹരി ഉപയോഗിക്കുന്നവനായി. അതുകൊണ്ട് അത് ഉപയോഗിക്കരുതേ എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, ഇജ്തനിബുൽ ഖംറ, മദ്യം ഒഴിവാക്കണം, ഫഇന്നഹാ ഉമ്മുൽ ഖബായിസ്, അതെല്ലാ തിന്മകളുടെയും കേന്ദ്രമാണ്, എല്ലാ തിന്മക്കും തുടക്കം കുറിക്കുന്നതാണ്. 3 കൂട്ടരെ അള്ളാഹു നോക്കുകയേ ഇല്ല, ഖിയാമത്ത് നാളിൽ അള്ളാഹു പരിഗണിക്കുകയേ ഇല്ല, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയുമില്ല. തലാസത്തുൻ ലാ യൻദുറുല്ലാഹു അസ്സ വജല്ല ഇലൈഹിം യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ 3 വിഭാഗങ്ങളെ അള്ളാഹു നോക്കുകയില്ല. അവർ സ്വർഗത്തിൽ 3 വിഭാഗവും സ്വർഗത്തിൽ പ്രവേശിക്കുകയുമില്ല. അതിൽ ഒന്ന് അൽ ആഖുൽ വാലിദൈഹി, മാതാപിതാക്കളെ ശല്യപ്പെടുത്തുന്നവൻ. ഓരോന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിച്ച് മാതാപിതാക്കളെ ശല്യപ്പെടുത്തുന്നവൻ. അത് ലഹരിക്ക് വേണ്ടി മാത്രമായിക്കൊള്ളണമെന്നില്ല, പലതിനും അവരെ പ്രയാസപ്പെടുത്തുന്നവൻ, അവനെ അള്ളാഹു നോക്കുകയില്ല, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വൽ മുദ്മിനു അലൽ ഖംരി, അത് മറ്റൊന്ന് മദ്യപിക്കുന്ന ആൾ. മൂന്നാമതായി പറയുന്നത് വൽ മന്നാൻ ബിമാ അഅതാ, ഞാൻ കൊടുത്തു, ഞാൻ നിങ്ങളെ സഹായിച്ചു, എന്നിട്ട് ആ സഹായം ഞാൻ ഇങ്ങനെ എടുത്തു പറഞ്ഞ് നിങ്ങൾക്ക് സഹായം വാങ്ങിയ ആൾക്ക് പ്രയാസമുണ്ടാക്കുന്ന സമീപനം കൈക്കൊള്ളുന്നവൻ. മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവൻ, മദ്യപിക്കുന്നവൻ, നാം കൊടുത്തതിനെ പറ്റി എടുത്തു പറഞ്ഞ് അത് വാങ്ങിയ ആൾക്ക് പ്രയാസമുണ്ടാക്കുന്ന രീതിയിൽ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, ഈ 3 വിഭാഗത്തെ അള്ളാഹു നോക്കുകയോ അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്. യമനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തൊരാൾ വന്നു. യമനിൽ നിന്ന് വന്നിട്ട് പറയുകയാണ്, യമനിൽ ഒരു പാനീയമുണ്ട്, യമനിൽ ഒരു പ്രത്യേക തരം പാനീയമുണ്ട്, അതിന്റെ പേര് കൂടി പറഞ്ഞു. എന്നിട്ട് പ്രവാചകനോട് ചോദിച്ചു, ഇത് കുടിക്കാമോ? പ്രവാചകൻ ചോദിച്ചു, ഔ മുസ്കിറുൻ ഹുവ, അതിൽ ലഹരി ഉണ്ടാക്കുന്ന വല്ലതുമുണ്ടോ? ലഹരി ഉണ്ടാക്കുന്ന വല്ലതുമുണ്ടോ? അപ്പോൾ അതെ എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീതെന്നോണം അവരോട് പറയുകയാണ്, ഇന്ന അലല്ലാഹി അസ്സ വജല്ല അഹദൻ ലിമൻ യശ്റബുൽ മുസ്കിറ, ലഹരി ഉപയോഗിക്കുന്നവർക്ക് അല്ലാഹു ഒരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ട്, അൻ യസ്ഖിയഹു മിൻ തീനത്തിൽ ഖബാൽ, തീനത്തിൽ ഖബാലിൽ അവർ കുടിക്കപ്പെടും. അപ്പോ സഹാബികൾ കേട്ടവർ ചോദിച്ചു, യാ റസൂലല്ലാഹ് വമാ തീനത്തുൽ ഖബാൽ, എന്താണ് പ്രവാചകരെ തീനത്തുൽ ഖബാൽ? അപ്പോ പ്രവാചകൻ പറയുകയാണ്, അർഖു അഹ്ലിന്നാർ, അർഖ് അതാ നരകാവകാശികളുടെ വിയർപ്പാവും അത്, ഔ ഉസാറത്തു അഹ്ലിന്നാർ, അല്ലെങ്കിൽ അവരുടെ വൃത്തികെട്ട ചലമോ അവരിൽ നിന്നും ഒഴുകി വരുന്ന വൃത്തികെട്ട ദ്രാവകമോ ആയിരിക്കും അത്. നരകാവകാശികളുടെ ചലമോ വിയർപ്പോ വൃത്തികെട്ട ദ്രാവകമോ അവരെ കൊണ്ട് കുടിപ്പിക്കും. ആരെ കൊണ്ട്? മദ്യപിക്കുന്ന ആളുകളെ കൊണ്ട്, ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ കൊണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി. ദുനിയാവിലെ ഈ ക്ഷണികമായ ജീവിതത്തിൽ ഇതിനു വേണ്ടി മെനക്കെടുന്ന ആളുകൾ ശാശ്വതമായ ജീവിതം നഷ്ടപ്പെടുത്തുകയാണെന്ന് അറിയുന്നു. പ്രവാചകനോട് ഒരിക്കൽ ചോദിച്ചു, ഇത് ചികിത്സക്ക് ഉപയോഗിക്കാമോ? നമ്മളൊക്കെ കണ്ടെത്തുന്നത് ന്യായമാണ്, ചികിത്സക്ക് ഉപയോഗിക്കാമല്ലോ എന്ന് പ്രവാചകൻ പറഞ്ഞു. ഇന്നഹാ ലൈസത്തി ബിദവാ, അത് മരുന്നല്ല കേട്ടോ, അത് മരുന്നേ അല്ല, വലാകിന്നഹാ ദാഉൻ, അത് രോഗമാണ്, അത് രോഗമാണ്, മരുന്നല്ല. അപ്പൊ ലഹരി പദാർത്ഥങ്ങൾ മരുന്നായിട്ട് ഉപയോഗിക്കുന്നതിനെ പോലും മതം അംഗീകരിക്കുന്നില്ല എന്ന് നാം അറിയണം. പ്രിയപ്പെട്ടവരെ, ലഹരി കച്ചവടക്കാരുടെ ഈ മാഫിയകളുടെ ഉദ്ദേശം പണമുണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്.
ധൈര്യം, ടെൻഷൻ ഫ്രീ എന്നുള്ള കുറെ മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ ലഹരി പദാർത്ഥങ്ങൾ നമ്മിലേക്ക് എത്തിക്കുന്നത്. യുവത്വത്തിന്റെ ആ അടിച്ചുപൊളി ജീവിതമാണ് അതിനെ പെട്ടെന്ന് ആകർഷിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഒരു മലയാള കവി എന്തു വന്നാലും ആസ്വദിച്ചിടണം മുന്തിരിച്ചാറ് പോലുള്ളൊരു ജീവിതം എന്നൊക്കെ കവിത എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതിലെങ്ങനെ അങ്ങ് മയങ്ങി ആറാടിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ജീവിത ലക്ഷ്യമെന്നാണ് അവർ കരുതുന്നത്. സ്വന്തം ഉമ്മയെ, സഹോദരിയെ, മകളെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത ദാരുണമായ ഒരു അവസ്ഥയാണ് അതുമൂലം ഉണ്ടാവുന്നത്. മാത്രമോ, ഇത്തരം കേസുകളിൽ ഒരാൾ പെട്ടാൽ അവന്റെ ഭാവി തന്നെ അവസാനിച്ചു. ഒരു ജോലിയിൽ കയറണം, പിന്നീട് വിദേശത്ത് പോകണം, അല്ലെങ്കിൽ നല്ല ഒരു നിലവാരത്തിലേക്ക്, അവസ്ഥയിലേക്ക് വരണം, ഒരു വിവാഹം കഴിക്കണം, അങ്ങനെയൊക്കെ ആഗ്രഹിച്ചാൽ പോലും സമൂഹത്തിന്റെ മുമ്പിൽ പേര് ദോഷം വരുത്തിയ ഈ മനുഷ്യനെ എല്ലാവരും അവഗണിക്കും. പോലീസ് കേസ് വരെ ഉണ്ടാകും. നാട്ടുകാരുടെ കൂട്ടായ്മ ഇതിന് അനിവാര്യമാണ്. മഹല്ലടിസ്ഥാനത്തിലുള്ള കൂട്ടായ്മ ഇതിന് അനിവാര്യമാണ്. സ്കൂൾ, കോളേജ് തലങ്ങളിൽ ഒരു വലിയ സന്നദ്ധമായ സന്നദ്ധ സംഘം അതിനു വേണ്ടി ഉണ്ടായിരിക്കണം. കുട്ടികളെയൊക്കെ സംശയമുള്ളവരെയും ഇല്ലാവരെയും ഒക്കെ രക്തം പരിശോധിച്ച് ഉറപ്പ് വരുത്തിക്കൊണ്ട് അതിനകത്ത് ഒരു തരി ലഹരി പദാർത്ഥം പോലും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്താനുള്ള ജാഗ്രത ഈ കോളേജ്, സ്കൂൾ, മദ്രസ, ഇന്ന് വേണ്ട നമ്മൾ എവിടെയൊക്കെ ഉണ്ടോ അത്തരം കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ചും വിദ്യാർത്ഥികളും യുവാക്കളും ഒക്കെ വളർന്ന് പഠിച്ചു വരുന്ന കേന്ദ്രങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. മഹല്ലടിസ്ഥാനത്തിൽ നമുക്കും വലിയ കാര്യങ്ങൾ നിർവഹിക്കാനുണ്ട്. അതും മഹല്ലിന്റെ ഭാഗമായിക്കൊണ്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ്. ഒരു മനുഷ്യൻ പോലും നമ്മുടെ വീട്ടിലോ, നമ്മുടെ നാട്ടിലോ, നമ്മുടെ മഹലിലോ, നമ്മുടെ പ്രദേശത്തോ ഇത് ഉപയോഗിക്കുന്നില്ല എന്ന ഉത്തമ ബോധ്യം ഓരോരുത്തർക്കും ഉണ്ടാകുവോളം ഇതൊരു ജിഹാദായി ഏറ്റെടുത്തുകൊണ്ട് നിർവഹിക്കേണ്ടതുണ്ട്. അള്ളാഹു അത്തരത്തിൽ നല്ല പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാവാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ലഹരിയിൽ നിന്ന് മാറി നിൽക്കുന്ന, അതിനോട് വിയോജിക്കുന്ന, അതിനെ വെറുക്കുന്ന ഒരു മാനസികാവസ്ഥ അള്ളാഹു നമുക്കും നമ്മുടെ സന്തതികൾക്കുമൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.